ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ബിഗ് സൈസിലുള്ളൊരു ഫുൾ ലെങ്തി കുർത്തി, ഓപ്പൺ ഇല്ലാത്ത കുർത്തി, അതായത് നമ്മൾ നൈറ്റി ഫ്രോക്ക് പോലത്തൊരു ഡിസൈനിൽ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നൈറ്റിയുടെ അതേ ലെങ്ത്തിൽ തന്നെ തുണിയുണ്ട്, 3 മീറ്റർ തുണിയുണ്ട്. അതുപോലെ ഇതിൻ്റെ വിടുത്ത് വരുന്നത് 65 ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വീതിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയറായിട്ട് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഞാനിവരെ ചെസ്റ്റ് അളവ് നോക്കുമ്പോൾ എനിക്ക് 41 ബോഡിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടണം, അപ്പോൾ 45 കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഇതിൻ്റെ സ്ലീവ് വരുന്നത് അബായ മോഡൽ സ്ലീവാണ്. ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ 8 ഇഞ്ചാണ് അവരുടെ ബോഡിയിൽ നിന്ന് ഷോൾഡർ എടുത്തപ്പം 17 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ 17 ഇഞ്ചിൽ പകുതി എടുക്കുന്നില്ല, അതിൽ അര ഇഞ്ച് കുറച്ചിട്ടാണ് ഷോൾഡർ എടുക്കുന്നത്. ഞാൻ 8 ഇഞ്ച് ഷോൾഡർ എടുത്തു, അതേ അളവ് തന്നെ ആം ഹോളും എടുത്തു. ആം ഹോൾ കുറച്ച് ലൂസ് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് അര ഇഞ്ച് കൂട്ടിയെടുക്കാം. ആം ഹോളും ചെസ്റ്റ് അടയാളപ്പെടുത്തില്ല, ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് വന്നിട്ട് 11.25 വരും, 45. അതുപോലെ വേസ്റ്റ് ഒരു 16 ഇഞ്ച്, അത്യാവശ്യം നീളമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ 16 ഇഞ്ച് വേസ്റ്റ് അളവ് ഞാൻ താഴെ ഷോൾഡർ നമ്മൾ താഴോട്ട് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ട്, അളവിടുന്നുണ്ട്. അപ്പം വേസ്റ്റ് അടയാളപ്പെടുത്തി ഞാൻ ബോഡിയിൽ നിന്ന് എടുത്ത അളവിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിയിട്ടാണ് അടയാളപ്പെടുത്തിയത്. അത്യാവശ്യം നല്ല വയറും തടിയും ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ 1.5 മീറ്റർ വിടുത്തുള്ള തുണിയിൽ അത്യാവശ്യം നല്ല ഫ്ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റും. ബോട്ടം ഭാഗത്ത് നമുക്കൊരു 6 ഇഞ്ച് 7 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തിയിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാനത് തയ്ക്കുന്ന സമയത്ത് ചെയ്യുന്നുള്ളൂ. രണ്ടാം ഹോളൊന്ന് കുഴിച്ച് വെക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് സ്ലീവിൻ്റെ നോക്കാം. ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വെട്ടിയെടുത്തിട്ടുള്ള ബാക്കി ഭാഗമാണ് സ്ലീവിന് എടുത്തിട്ടുള്ളത്. ഷോൾഡറിൽ ഒരു ജോയിൻറ്റ് കൊടുക്കുന്നുണ്ട്, കാരണം തുണി കുറവാണ്. അത്യാവശ്യം സൈസ് കൂടുതലുള്ള ഒരാൾക്ക്, അതിനെക്കൊണ്ട് തുണി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുൾ ലെങ്താണ്, കൈയിൻ്റെ അളവ് ഫുള്ളാണ്. അപ്പോൾ അതിനനുസരിച്ച് തുണി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 4 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ലൈൻ കൊടുക്കുക. പിന്നെ ആം ഹോളിൻ്റെ അവിടെ 9.25 അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി. താഴ്ഭാഗത്ത് ഞാൻ 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ വായ മോഡലാണ് അടിക്കുന്നത്.
യോക്ക് ഭാഗത്ത് വരുന്ന ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 40 ഇഞ്ചാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 57 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ 42 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടാണ് യോക്ക് ഭാഗം കട്ട് ചെയ്തത്. പിന്നെ ബാക്കി ലെങ്ത്ത് ഭാഗം ഞാൻ ഫ്രില്ലിടാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള തുണിയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. എൻ്റെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്ര തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഫ്രില്ലിട്ടെടുക്കണം. പിന്നെ ഞാൻ നെക്ക് ഇതുപോലെ വെട്ടുകയാണ്. മെയിൻ പീസിൽ തന്നെ വെട്ടിയെടുക്കുകയാണ്, ക്യാൻവാസ് എടുക്കുന്നില്ല. നമ്മളിപ്പോൾ തയ്ച്ച് വരുമ്പോൾ റെഡിമെയ്ഡ് കുർത്തിയുടെ അതേ മോഡലിൽ തന്നെ കിട്ടുന്നുണ്ട്. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിക്കും നല്ല ഭംഗിയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് നെക്കാണ്, ഞാൻ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ബാക്ക് നെക്ക് വരച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് നെക്ക് ഞാൻ അവർക്ക് 6.5 ഇഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് തുണി ഒരുമിച്ച് വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ആദ്യം ബാക്ക് നെക്ക് ഒന്നിച്ച് കട്ട് ചെയ്യുന്നു, പിന്നെ ഫ്രണ്ടിലെ ഭാഗം മാത്രം കിട്ടുന്നുണ്ട്. ബാക്ക് ഫ്രണ്ട് നമുക്കെങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് തയ്ക്കുന്നത് നോക്കാം. ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് തയ്ച്ചെടുക്കുന്നത്. നമ്മൾ ചില കുർത്തിയിലൊക്കെ കാണുന്നില്ലേ, റെഡിമെയ്ഡ് കുർത്തിയിൽ, അതുപോലെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ നല്ല ഭാഗം വെച്ച് അടിച്ചിട്ട് ഉള്ളിലോട്ട് മറിച്ചിട്ട് തയ്ച്ച് പിടിപ്പിക്കാം. ഞാൻ ചെയ്യുന്നത് ചീത്ത ഭാഗത്ത് വെച്ചിട്ട് ഞാൻ തയ്ക്കും, എന്നിട്ട് ഫ്രണ്ടിലേക്ക് നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് റെസ്റ്റ് ചെയ്തടിക്കും. ഇതുപോലെ ബാക്ക് ഭാഗം ഞാൻ ഉള്ളിലോട്ടാണ് അടിച്ചത്, ഫ്രണ്ട് ഭാഗത്ത് മുമ്പിലോട്ട് അടിച്ചിട്ടുണ്ട്. കണ്ടില്ല, അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ ഞാൻ അടിച്ചിട്ടുണ്ട്. ബാക്ക് ഭാഗത്തേക്കാണ് ഷോൾഡർ ടേബിളിൽ വെച്ചിട്ട് ബാക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് ടേബിൾ പതിച്ചടിച്ചിട്ടുണ്ട്. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടുന്നുണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടിയ ഭാഗത്ത് തന്നെ ഫിറ്റ് ചെയ്യണം. അത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആം ഹോൾ ചുളിവ് കാണിക്കും. സ്ലീവ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ അറ്റം അടക്കി തയ്ച്ചിട്ട് ബാക്കി ഭാഗം കൂടി തയ്ച്ചെടുക്കാം. ഇനി ബോട്ടം ഭാഗത്ത് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം. താഴെ ഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കണം. അതിന് മുമ്പേ ഞാൻ പറഞ്ഞു ബോട്ടം ഭാഗത്ത് ഒരു 7 ഇഞ്ച്
മുകളിലോട്ട് സൈഡ് ഭാഗത്ത് കർവ് ചെയ്ത് വരച്ച് കട്ട് ചെയ്യണം. അങ്ങനെ വരച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. കൈ കണ്ടില്ലേ, ബായ മോഡലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ നല്ല ഹാപ്പിയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.